പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തീരുമാനങ്ങൾ എടുക്കാം മക്കളെ. തമ്പുരാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തമ്പുരാന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന നിമിഷങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, സങ്കീർത്തകൻ പറയുന്നത്, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ടെന്ന്. കർത്താവിന് നമ്മെക്കുറിച്ച് നിരന്തരം വിചാരമുണ്ട്. നമുക്കോ കർത്താവിനെ കുറിച്ച് എത്രമാത്രം നമ്മൾ ചിന്തിക്കുന്നുണ്ട്? അവന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ട്? അവൻ നമ്മോട് കാണിച്ച കാരുണ്യത്തെ എത്രമാത്രം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്? അവന്റെ കാൽവരി യാഗത്തിന്റെ യോഗ്യത എത്രമാത്രം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, സ്വന്തമാക്കുന്നുണ്ട്? കർത്താവ് വിളിച്ചതും വേർതിരിച്ചതും തൻ്റെ സുവിശേഷ വേലയ്ക്കായി തെരഞ്ഞെടുത്തതും കഴിവുള്ളവരെയല്ല മക്കളെ, കഴിവുള്ളവരല്ല. മോശ വിക്കനായിരുന്നു, അവനെ കർത്താവ് തെരഞ്ഞെടുത്തില്ലേ? ഒരു ജനതയെ മുഴുവനും ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തിലേക്ക് എത്തിക്കാൻ 40 വർഷക്കാലം ഒരു നേതാവായി വിക്കനെ കർത്താവ് തെരഞ്ഞെടുത്തില്ലേ? ജെറമിയ ബാലനായിരുന്നു, യേശയ്യ അശുദ്ധനായിരുന്നു, തെരഞ്ഞെടുത്തില്ലേ? തന്റെ പ്രവാചകന്മാരായി കർത്താവ് തെരഞ്ഞെടുത്തില്ലേ? പത്രോസ് മുക്കുവനായിരുന്നു, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തവൻ. സഭയുടെ തലവനായിട്ട് കർത്താവ് ഉയർത്തിയത് അവനെയല്ലേ? കർത്താവ് നമ്മുടെ എന്തെങ്കിലും യോഗ്യത കണ്ടിട്ടോ കഴിവ് കണ്ടിട്ടോ നമ്മളിലുള്ള എന്തെങ്കിലും നന്മ കണ്ടിട്ടോ അല്ല ദൈവം തെരഞ്ഞെടുക്കുന്നത്. മറിച്ച് ദൈവം തെരഞ്ഞെടുത്ത് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ് അവന്റെ ശുശ്രൂഷകൾക്കായിട്ട്. ബലമുള്ളവരെയല്ല, ശക്തിയുള്ളവരെയല്ല, കഴിവുള്ളവരെയല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകുന്നവരെയാണ് കർത്താവിന് വേണ്ടത്. അവരെ കർത്താവ് അഭിഷേകം ചെയ്യും, ശക്തി നൽകും, കൃപ നൽകും, കഴിവ് നൽകും. ഇന്ന് വരെ അവൻ കണ്ടിട്ടില്ലാത്ത, അവനിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത പുതിയ അഭിഷേകം അവനിൽ ആത്മാവ് വെളിപ്പെടുത്തും. വിശ്വസിക്കുക. അതാണ് ദൈവരാജ്യത്തിന്റെ ലോജിക്ക്. അതാണ് ദൈവരാജ്യത്തിന്റെ ലോജിക്ക്. ദാനിയേൽ എന്ന് പറയുന്ന പിഞ്ചുബാലന്റെ മേൽ സ്വർഗത്തിന്റെ സാന്നിധ്യം ഇറക്കിയതുപോലെ സൂസന്നയെ രക്ഷിക്കാൻ ദാനിയേൽ എന്ന് പറയുന്ന പിഞ്ചുബാലന്റെ ആത്മാവിനെ സ്വർഗം ഉണർത്തിയില്ലേ? അതാണ് ദൈവത്തിന്റെ ലോജിക്ക്. അതാണ് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. കഴിവുള്ളവരെ അല്ല കർത്താവ് തെരഞ്ഞെടുക്കുന്നത്, തെരഞ്ഞെടുക്കുന്നവരെയാണ് കർത്താവ് കഴിവ് നൽകി ശുശ്രൂഷകൾക്കായിട്ട് നിയോഗിക്കുന്നത്. എനിക്ക് കഴിവില്ല, എനിക്കതിനുള്ള ശക്തിയില്ല, ഞാൻ വെറും ബാലനാണ്, ഞാൻ വെറും വിക്കനാണ്, എനിക്കറിയില്ല എന്നാ ചെയ്യേണ്ടതെന്ന് ജെറമിയ ഒത്തിരി നിലവിളിച്ചില്ലേ, കരഞ്ഞില്ലേ? എന്തിനെന്നെ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ച് നിരാശപ്പെട്ടതില്ലേ? അതിന്റെ നടുവിലും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്കായിട്ട് കർത്താവ് പ്രവാചകനെ തെരഞ്ഞെടുത്തില്ലേ? മക്കളെ, ലോകത്തിൽ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. കഴിവ് കുറവുള്ളവരെ കർത്താവിന് മതി. എളിമയുള്ളവരെയാണ് കർത്താവിന് വേണ്ടത്. തങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ തീരുമാനമെടുക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങളിൽ കുരിശിന്റെ ഭോഷത്വം എന്ന് പറയുന്ന തലക്കെട്ടിൽ പൗലോസ് ലേഖകൻ എഴുതും, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ഇത് ദൈവത്തിന്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും,
വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞർ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്താൽ വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലേ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. എന്നിട്ട് 27-ാമത്തെ വചനത്തിൽ കർത്താവ് കൂട്ടിച്ചേർക്കുന്നു, എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവരെയും ദൈവം തെരഞ്ഞെടുത്തു. അശക്തരെയും ബലഹീനരെയും ഭോഷന്മാരെയും ലോകത്തിന്റെ മുമ്പിൽ ഭോഷന്മാരെയും ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ നമ്മളെയും ദൈവം തെരഞ്ഞെടുക്കും. നമ്മളും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് യോഗ്യരാണ്. കാരണം ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഭോഷന്മാരല്ലേ? ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ലാത്തവരല്ലേ? ലോകത്തിന്റെ ദൃഷ്ടിയിൽ ബലഹീനരല്ലേ? ലോകത്തിന്റെ ദൃഷ്ടിയിൽ കഴിവ് കുറവുള്ളവരല്ലേ? ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ലാത്തവരല്ലേ നമ്മൾ? അതാണ് നമ്മുടെ യോഗ്യത. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ യോഗ്യത നമ്മുടെ ഇല്ലായ്മ തന്നെയാണ്. ഒന്നുമില്ലാത്തതാ നമ്മുടെ യോഗ്യത. തമ്പുരാനെ, ഇല്ലായ്മയുടെ നടുവിൽ എന്നെ നീ തെരഞ്ഞെടുത്തല്ലോ. കർത്താവേ, നിന്റെ ആ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇനി എന്നിലൂടെ എന്താണ് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഈ കൊച്ചു ജീവിതം കൊണ്ട് എന്താണ് നിന്റെ സ്വപ്നം? എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണ്? അതെനിക്ക് മനസ്സിലാക്കി താ. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി താ. ലോകത്തെക്കുറിച്ച്, ലോകത്തിലുള്ള എൻ്റെ ജീവിതത്തിന്റെ പദ്ധതിയല്ല, ലൗകിക ജീവിതത്തിന്റെ പദ്ധതിയല്ല എനിക്ക് വെളിപ്പെട്ട് തരേണ്ടത്. സുവിശേഷ ജീവിതത്തിന്റെ പദ്ധതി സ്വർഗമേ നീ എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വെളിപ്പെടുത്തി തരും. തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരുന്നേ. ദൈവം നമ്മളോട് സംസാരിക്കുന്നേ. കരങ്ങൾ ഉയർത്തി പിടിച്ച് ഒരിക്കൽ കൂടി വളരെ ആത്മാർത്ഥതയോടെ എല്ലാ മക്കളും കർത്താവിനെ സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പറഞ്ഞതുപോലെ പറയുന്നു, തമ്പുരാനെ, കർത്താവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഹൃദയം കൊണ്ട് പറ മക്കളെ. ഈ ദിവസം കർത്താവിനോട് പറ, തമ്പുരാൻ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും, എന്നെ അയച്ചാലും. എങ്ങോട്ട് നീ അയക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങോട്ട് നീ എന്നെ അയച്ചാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി അതിശയമായി നടത്തണമേ, നടത്തിടുന്നു. ആമേൻ. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് പാടട്ടെ മക്കളെ.
സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ സന്തോഷത്തോടെ. ആമേൻ. കൃപയാലേ യെസ് കൃപയാലേ ഈശോ കൃപയാൽ അനുദിനവും കർത്താവേ കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നയിച്ചിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കർത്താവേ നിന്റെ കൃപ മാത്രം മതി. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് നിന്റെ കൃപയാലാണെന്ന്. കർത്താവേ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാണ്, കാരണം നിന്റെ കൃപയാണ് എന്നിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവേ നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾക്ക് കുറവുകളുണ്ട് കർത്താവേ, ഞങ്ങൾ മനുഷ്യരാണ്, ബലഹീനരാണ്, അയോഗ്യരാണ്, പാപികളാണ്. തമ്പുരാനെ നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. ആമേൻ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് തമ്പുരാനോട് ഒരു സമർപ്പണം പറ. കർത്താവിനോട് പറ, എന്നെ നിന്റെ ഹിതത്തിനായി തമ്പുരാനെ നീ എന്നെ ഉപയോഗിക്ക്. തമ്പുരാനെ എന്നെ നീ ഉപയോഗിക്ക്. കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കായിട്ട് എന്നെ നീ തെരഞ്ഞെടുക്ക്. കർത്താവേ ഞാൻ വിക്കനാണ്, ഞാൻ ബലഹീനനാണെന്ന് പറ. കർത്താവിന് നിന്നെ വേണം, കർത്താവിന് നിന്നെ വേണം. കർത്താവ് പറഞ്ഞില്ലേ, അപ്പസ്തോലന്മാരെ പറഞ്ഞയച്ചപ്പോൾ ഒരു കഴുതക്കുട്ടിയെ അടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു വിട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, യജമാനൻ ചോദിക്കും ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്ന്. അപ്പോൾ പറയണം, ഞങ്ങളുടെ യജമാനന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. മക്കളെ, നമ്മളെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ട്. ഒരു കഴുതയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കർത്താവിന് നമ്മളെയും ആവശ്യമുണ്ട്. അവനെ ചുമക്കാൻ. ആ കഴുതയല്ലേ ജെറുസലേം വീഥികളിലൂടെ കർത്താവിനെ ചുമന്നത്. ഇതാ കർത്താവിനെ ചുമക്കാൻ കർത്താവ് നമ്മളെയും തെരഞ്ഞെടുക്കുന്നു, അവന്റെ കഴുതകളായിട്ട്. ഈശോയേ എന്നെയും എടുത്തുപയോഗിക്കാൻ പറ, എന്നെയും എടുത്തുപയോഗിക്കാൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ കാത്തിരിപ്പോ ശക്തിയാൽ നിറഞ്ഞിടും. കർത്താവിനെ കാത്തിരിപ്പോ ശക്തിയാൽ നിറഞ്ഞിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും.
ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന 7-ലധികം മക്കളെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേക വരം നൽകി കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ചില മക്കളെ പ്രഭാതത്തിൽ കർത്താവ് വിളിച്ചുണർത്തുന്നതായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ട് പ്രഭാതത്തിൽ തന്നെ കർത്താവ് വിളിച്ചുണർത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകദേശം 50 വയസ്സിന് മുകളിലുള്ള ഒരു സഹോദരി ഇത്രയും നാളും കർത്താവിനെ അറിഞ്ഞിട്ടും കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടും ഇന്നുവരെയും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വല്ലാത്തൊരു ഭാരം, സങ്കടം, ഉള്ളിൽ കരച്ചിലായി രൂപപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മകളെ കർത്താവ് വലിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. തലചുറ്റലുമായി ബന്ധപ്പെട്ട ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്ന, രോഗമുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് പരിപൂർണമായ സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തോ അസ്വസ്ഥതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ കൂട്ടായ്മയിൽ സൗഖ്യം നൽകുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നെഞ്ചിന്റെ അതിശക്തമായ ഒരു പിടുത്തവും വേദനയും അസ്വസ്ഥതയും കർത്താവ് എടുത്തു മാറ്റി
അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏറ്റെടുത്ത കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്ത് എവിടെയോ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകൻ്റെ മേൽ കൃത്യമായൊരു അഭിഷേകം കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയോ ആ മകനിലൂടെ കർത്താവ് ആ രാജ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആ മകനെ നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏറ്റെടുക്കട്ടെ, ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. കർത്താവ് നമ്മളോട് കാണിച്ച വലിയ കാരുണ്യത്തിന് നന്ദി പറയാം. കർത്താവ് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദിയുള്ളവരാകാം. തമ്പുരാനെ, നിൻ്റെ സ്നേഹം, നിൻ്റെ സാന്നിധ്യം, നിൻ്റെ കാരുണ്യം എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടേതായ പ്രത്യേക പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഈശോ നമ്മൾ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഈ ശുശ്രൂഷകളെ കർത്താവെ നീ കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,